സ്വീകരിക്കുന്നു, അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു, പുഷ്പങ്ങൾ അർപ്പിച്ച് ഓരോരുത്തർക്കും സംസ്ഥാനത്തിൻ്റെ ആദരം, ഔദ്യോഗിക ആദരം പോലീസ് നൽകുന്നു. ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഓരോരുത്തർക്കും ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് കേരളം അവരുടെ സ്നേഹം, സങ്കടമൊക്കെ ഈ മരിച്ചവരുടെ കുടുംബത്തെയും അറിയിക്കുന്നത്. ഏതായാലും അവരവരുടെ യാത്ര ഇപ്പോൾ തുടങ്ങുകയാണ്. അവസാനത്തെ യാത്ര. പലതവണ പലകുറി വന്ന് നാട്ടിലേക്ക് വന്നിരുന്ന, നാട്ടിൽ നിന്ന് തിരികെ കുവൈറ്റിലേക്ക് പോയിരുന്ന ആ വഴികളിലൂടെ ഓരോരുത്തരും അവരുടെ സ്വന്തം നാടുകളിലേക്കുള്ള യാത്ര, ചേതനയറ്റ യാത്ര. അന്ന് ഒരുപാട് സന്തോഷത്തോടെ കാറിൽ പോയിരുന്ന ആ യാത്ര ഇത്തവണ ചേതനയറ്റ ഒരു ആംബുലൻസിലാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണുള്ളത്. കേരളത്തിൽ ആ യാത്ര അങ്ങനെ ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കാണ് ഈ ആംബുലൻസുകൾ ഇന്ന് കടന്നു പോകുന്നത്. ഒരുപക്ഷെ എറണാകുളം ജില്ലയുടെ പാതയോരങ്ങളിൽ ഇന്ന് കാണുന്ന ഒരു കാഴ്ച ഈ സങ്കടത്തിൻ്റെ കാഴ്ചയാണ്. ഇത്തരത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെയായി വിദേശത്തേക്ക്, കുവൈറ്റിലേക്ക് വിമാനം കയറിയവർ ചേതനയറ്റ് സ്വന്തം വീടുകളിലേക്ക്, ഉറ്റവർക്കരികിലേക്ക് മടങ്ങുന്ന ആ കാഴ്ച ഇന്ന് എറണാകുളം ജില്ലയുടെ വിവിധ പാതയിലൂടെ കാണാൻ കഴിയും. ഒരുപക്ഷെ പല റോഡുകളിലും അവരെ പരിചയമില്ലാത്ത നാട്ടുകാരൊക്കെ, ആളുകളൊക്കെ കാത്തിരിക്കുകയാണ്. അത് ആ വീടിൻ്റെ ദുഃഖമല്ല, നാടിൻ്റെ ദുഃഖമല്ല, അത് കേരളത്തിൻ്റെ ആകെ ദുഃഖമായി മാറുന്നു, നോവായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഇപ്പോൾ ഓരോ പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി ചേതനയേറ്റ ശരീരമായി പ്രിയപ്പെട്ടവർക്കരികിലേക്ക്, പ്രിയപ്പെട്ട നാട്ടിലേക്ക്, അവർ ജനിച്ചു വളർന്ന, ജീവിച്ച് നടന്ന വഴികളിലൂടെ അവരുടെ ബാല്യം, കൗമാരങ്ങളൊക്കെ പിന്നിട്ട വഴികളിലൂടെ അവർ കടന്നു പോകുന്നു. ഇപ്പോൾ ആ വാഹനങ്ങൾ വിവിധ ജില്ലകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നിലവിൽ ഓരോ ആംബുലൻസുകളിലും 23 ആംബുലൻസുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. അങ്ങനെ 23 ആംബുലൻസുകളും 23 സ്ഥലങ്ങളിലേക്ക് പോകുന്നു. യാത്ര സുഗമമാക്കാൻ വേണ്ടി ഓരോന്നിനും പോലീസിൻ്റെ അകമ്പടിയുണ്ട്. കൃത്യമായി അകമ്പടി പോയി വഴി ഒരുക്കി ഒരു തടസ്സവുമില്ലാതെ ആ റോഡിലേക്ക്, അവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഏതായാലും എറണാകുളം ജില്ലയുടെ, നമുക്കറിയാം, കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇന്ന് MC റോഡ് ഒരു കണ്ണീർ യാത്രയുടെ വേദിയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പത്തനംതിട്ടയിലേക്കും കോട്ടയത്തേക്കുമുള്ള അവരുടെ മൃതദേഹങ്ങൾ MC റോഡ് വഴിയാണ് കൊണ്ടുപോവുക. MC റോഡ് ഇന്നൊരു കണ്ണീർ പാതയാകുന്നു. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തൃശ്ശൂർ വഴിയും ഒക്കെയാണ്. കോഴിക്കോടും കാസർഗോഡും മലപ്പുറത്തും കണ്ണൂരുമുള്ള നിരവധി പേരും ഈ മരണത്തിലേക്ക് പോയിട്ടുണ്ട്. അവരുടെയും മൃതദേഹങ്ങളും ആ വഴിയിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ദേശീയപാത അതിന്നൊരു കണ്ണീർ പാതയായി മാറുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളിലൊതുക്കി, അല്ലെങ്കിൽ അതെല്ലാം നഷ്ടമായി അവർ മടങ്ങുകയാണ്. അവസാനത്തെ അവരുടെ പ്രവാസം മതിയാക്കി അവരവരുടെ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഏതായാലും ആ വാഹനങ്ങളൊക്കെ പോകുന്നു. ഇനി വൈകുന്നേരം ഓരോ വീടുകളിലും അവരുടെ ഉറ്റവർ കാത്തിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ബന്ധുക്കളൊക്കെ ഉള്ളിലയ്ക്കുന്ന മനസ്സോടെ അവിടെ നിന്ന് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു കാഴ്ച, പ്രിയപ്പെട്ടവരുടെ ആ വിയോഗം താങ്ങാനാകാതെ കരയുന്ന, അവർ തളർന്നിരിക്കുന്ന മനുഷ്യരെ അവിടെ കാണാം. അവരെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിൽക്കുന്ന നിരവധി മനുഷ്യരെയും അവിടെ കാണാം. ഇതല്ല, ഇനിയും അവിടെ വീടുകളിൽ അവരുടെ ഏറ്റവും ഉറ്റവരുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, അതുപോലെ തന്നെ മക്കളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അവരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാട്ടുകാരും അല്ലെങ്കിൽ ആളുകളൊക്കെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കാഴ്ച കണ്ടതാണ്. ഇനിയും അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം? കാരണം അവരുടെ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയാത്തൊരു നഷ്ടമാണ്. അത്തരത്തിൽ ആ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഏതായാലും ഓരോ മൃതദേഹങ്ങളായി ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. തമിഴ്നാട് സ്വദേശികളായ 7 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഉണ്ട്. ആ മൃതദേഹങ്ങൾ തമിഴ്നാട് ആംബുലൻസ് അവിടെ സജ്ജമാക്കിയിരുന്നു. ആ പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസുകൾ രാവിലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിരുന്നു. അത് പല ജില്ലകളിലാണ്. കോയമ്പത്തൂർ, തൃച്ചി, അതുപോലെ തന്നെ നാഗപട്ടണം, തിരുപ്പൂർ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ തമിഴ്നാട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം നേരത്തെ തന്നെ ആംബുലൻസും, അതുപോലെ തന്നെ KS മസ്താൻ, തമിഴ്നാട്ടിൻ്റെ മന്ത്രി KS മസ്താൻ, അദ്ദേഹം നേരിട്ടെത്തി മൃതദേഹങ്ങൾ സ്വീകരിച്ചു. അതുപോലെ തന്നെ കർണാടക സ്വദേശിയായ ഒരാൾ കൂടി ഈ ദുരന്തത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹവും കൊച്ചി വിമാനത്താവളത്തിലാണ് എത്തിച്ചത്. ആ മൃതദേഹവും ഇപ്പോൾ സ്വദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ
ആ ദൃശ്യങ്ങളിൽ ഇന്ന് ആ ഓരോ മൃതദേഹവുമായുള്ള ആ വാഹനങ്ങൾ, ആംബുലൻസുകൾ ഇപ്പോൾ അവരവരുടെ നാടുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച. പലകുറി സന്തോഷത്തോടെയുള്ള യാത്രയയപ്പുകൾക്കും സ്വീകരണങ്ങൾക്കുമൊക്കെ വേദിയായ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒരുപക്ഷെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ളൊരു കാഴ്ചയ്ക്കാണ് ഇന്ന് സാക്ഷിയായത്. ആ കാഴ്ച ഇത്രയേറെ മൃതദേഹങ്ങൾ, ഏതാണ്ട് 23 മൃതദേഹങ്ങൾ ഇങ്ങനെ നിരത്തി കിടത്തിരിക്കുന്ന ഹൃദയഭേദകമായ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് സാക്ഷിയായത്. അതിനപ്പുറത്തേക്ക് ഈ കാണുന്ന കാഴ്ചയും, ഈ ആംബുലൻസുകൾ ഓരോന്നായി പോകുന്ന ആ ഒരു കാഴ്ചയും ഏതൊരു മനുഷ്യനെയും അല്ലെങ്കിൽ ഒരിക്കലും തീരാത്തൊരു നോവ്, അല്ലെങ്കിൽ ഉള്ളിലൊരു നോവായി നിൽക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ മൃതദേഹങ്ങളൊക്കെ കാത്തവിടെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഈ മരണവാർത്ത അറിഞ്ഞത് മുതൽ തന്നെ നിരവധി ആളുകൾ അവിടെ കാത്തിരിപ്പുണ്ട്. അവർക്കരികിലേക്ക് ഉറ്റവരെത്തുകയാണ്. ജീവനറ്റ, ചേതനയറ്റ ശരീരമായി അവസാനത്തെ മടക്കമില്ലാത്ത പ്രവാസത്തിലേക്ക് അവർ എത്തുകയാണ്. അങ്ങനെ അവരെ എത്രയും വേഗം അവിടെ എത്തിക്കാനുള്ള സൗകര്യം പോലീസും ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ന് 12 പേരുടെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ സംസ്കാരം നാളെയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ ഇന്ന് പൂർത്തിയാകുന്നത് 12 പേരുടേതാണ്. അത് കാസർഗോഡ് സ്വദേശി രഞ്ജിത്ത്, തൃക്കരിപ്പൂർ സ്വദേശി കേളു, പയ്യന്നൂർ സ്വദേശി നിതിൻ, ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ, മലപ്പുറം സ്വദേശി MP ബാഹുലയൻ, തിരൂർ സ്വദേശി നൂഹ്, തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ്, തിരുവനന്തപുരം സ്വദേശി ശ്രീജേഷ് തങ്കപ്പൻ, നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബു, കൊല്ലം സ്വദേശി സുമേഷ് എസ് പിള്ള, ശൂരനാട് വടക്ക് വയ്യങ്കര തുണ്ടുവിള വീട്ടിൽ ഷമീർ ഉമറുദ്ദീൻ, പത്തനംതിട്ട വള്ളിക്കോട് വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. നാളെ ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ സംസ്കാരം നാളെയാണ്. തോമസ് ഉമ്മൻ തിരുവല്ല സ്വദേശിയാണ്. പന്തളം സ്വദേശി ആകാശ് ശശിധരൻ, കൊല്ലം സ്വദേശി ലൂക്കോസ്, പുനലൂർ സ്വദേശി സാജൻ ജോർജ്, കണ്ണൂർ സ്വദേശി അനീഷ് കുമാർ എന്നിവരുടെ സംസ്കാരം നാളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിൻ്റെ സംസ്കാരം നാളെയാണ്. പായിപ്പാട് കടുങ്ങാട്ടായ സ്വദേശി ഷിബു വർഗീസ്, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം, കോന്നി സ്വദേശി സജു വർഗീസ് എന്നിവരുടെ സംസ്കാരം തിങ്കളാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട നിരണം സ്വദേശി മാത്യു തോമസിൻ്റെ സംസ്കാരം ചൊവ്വാഴ്ചയും നടക്കും. അങ്ങനെ സംസ്കാര ചടങ്ങുകളടക്കം എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഓരോ മൃതദേഹങ്ങളായി ഇപ്പോഴും വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും സംസ്ഥാനം ഒന്നടങ്കം അവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച. നേരത്തെ ഈ മൃതദേഹങ്ങൾ 8:30 എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പിന്നീടാണ് വിമാനം 10:30 മാത്രമേ എത്തൂ എന്നുള്ള വിവരം വന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ 8:30 ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു. ആംബുലൻസുകളെല്ലാം ഒരുക്കിയിരുന്നു. അവിടെ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള എല്ലാവരും അവിടേക്ക് എത്തിയിരുന്നു. മുഖ്യമന്ത്രി പിന്നീടാണ് ഈ സമയം മാറ്റിയതിനു ശേഷം അല്പസമയം 10 മണിയോടുകൂടി മുഖ്യമന്ത്രിയും അവിടേക്ക് എത്തി. അദ്ദേഹം അടക്കം ഈ മുഖ്യമന്ത്രി എത്തി, പ്രതിപക്ഷ നേതാവ് എത്തി. അങ്ങനെ എല്ലാവരും അവിടേക്ക് നേരത്തെ തന്നെ അവിടെ എത്തി കാത്തിരുന്നു. അങ്ങനെ ഈ ക്ലിയറൻസ് അടക്കം, ഈ കസ്റ്റംസ് ക്ലിയറൻസ് അടക്കം പൂർത്തിയാകാനുള്ളൊരു കാലതാമസം ഉണ്ടായിരുന്നു. അങ്ങനെ ആ 23 മൃതദേഹങ്ങളുടെയും കസ്റ്റംസ് ക്ലിയറൻസ് പൂർത്തിയാക്കി ഓരോ മൃതദേഹങ്ങളായി ഈ കാർഗോ ടെർമിനലിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക പന്തലിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ഓരോരുത്തർക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. മാത്രമല്ല കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി രാജ്വർദ്ധൻ സിംഗ്, സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരും അന്തിമോപചാരം അർപ്പിച്ചു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, LDFിൻ്റെ കൺവീനർ EP ജയരാജൻ, CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ തലങ്ങളിലെയൊക്കെ പ്രമുഖർ അവിടെ അന്ത്യോപചാരം അർപ്പിച്ചു. അങ്ങനെ കേരളം അതിനുശേഷം കേരള പോലീസ് ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. അങ്ങനെ അത് പൂർത്തിയാക്കിയാണ് ഓരോ ആംബുലൻസുകളും അവിടേക്ക് എത്തിച്ച് ആംബുലൻസുകളിൽ ഇപ്പോൾ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. ഏതാണ്ട് എത്രയും വേഗം തന്നെ ഈ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ശരി, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. കണ്ണീർ നാടായി മാറിയിരിക്കുന്നു കേരളം. ഈ മൃതദേഹങ്ങൾ എല്ലാവരും ബന്ധുക്കൾ ഏറ്റെടുത്ത് അവരവരുടെ അനുവദിച്ചിരിക്കുന്ന ആംബുലൻസുകളിൽ
സ്വന്തം നാടുകളിലേക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നടത്തിയിരിക്കുന്നത്. ആകാശത്ത് വ്യോമസേനയുടെ വിമാനം പറന്നിറങ്ങുമ്പോൾ അതൊരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമാകുന്നു. വിമാനം നിറയെ മൃതദേഹങ്ങളുമായാണ് ആ വിമാനം എത്തിയത്. കാഴ്ച അതിഭീകരമാണ്, ഉള്ളുലയ്ക്കുന്നതാണ്, വേദനാജനകമാണ്, ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും ആ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് അല്പനേരം അവിടെ വെച്ചു. ബോക്സുകളിലാക്കി, പ്രത്യേകം ബോക്സുകളിലാക്കി തിരിച്ചാണ് മൃതദേഹം വെച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് ആംബുലൻസുകളിലായി അവരവരുടെ നാടുകളിലേക്ക് പോലീസ് എസ്കോർട്ടോടുകൂടിയാണ് അവരുടെ വീടുകളിലേക്ക് ഈ ആംബുലൻസുകൾ എത്തിക്കുക. അതിനുള്ള നടപടിക്രമങ്ങളാണ് അവിടെ പുരോഗമിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ആംബുലൻസുകൾ